വീഡിയോയിൽ നമ്മൾ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടറിൽ ക്ലോറൈഡ് കണ്ടന്റിനെ കുറിച്ചും നൈട്രജൻ കണ്ടന്റിനെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. പ്രീവിയസ്ലി നമ്മൾ പല കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും കണ്ടു, ലൈക്ക് ഹാർഡ്നെസ്, pH വാല്യൂ. അതുപോലെ ഇവിടെ ക്ലോറൈഡ് കണ്ടന്റിൻ്റെയും നൈട്രജൻ്റെയും കണ്ടന്റിൻ്റെയും നോക്കാം. സോ generally chloride is present in water in the form of sodium chloride, NaCl ആയിട്ട്. അപ്പോൾ ഇത് ഏതൊക്കെ കാരണം കൊണ്ടായിരിക്കാം വെള്ളത്തിൽ നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിൽ വരാനുള്ള ചാൻസ്? മേജർലി അത് മെറൈൻ സെഡിമെൻ്ററി ഡെപ്പോസിറ്റിൻ്റെ ലീച്ചിങ് കാരണമാവാം, അതല്ലെങ്കിൽ സീ വാട്ടർ ഇൻട്രൂഷൻ കാരണമാവാം, ഓർ സംടൈംസ് മേ ബി ഫ്രം ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഡൊമസ്റ്റിക് വേസ്റ്റ് ഓർ ഹ്യൂമൻ വേസ്റ്റ്. അപ്പോൾ ഈ രീതിയിലാണ് ക്ലോറൈഡ് കണ്ടൻറ്റ് നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറിലേക്ക് വരിക. അപ്പം ഇതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് കാര്യമായിട്ട് നമുക്ക് ഹെൽത്ത് ഹാംനെസ് ഒന്നും വരില്ലെങ്കിലും നമുക്ക് സോൾട്ടി ടേസ്റ്റ്, ഒരു പ്ലീസിങ് ടേസ്റ്റ് അല്ലാത്ത രീതിയിൽ ഒരു സോൾട്ടി ടേസ്റ്റിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ലൈനിൽ ദ ക്ലോറിൻ കണ്ടൻറ്റ് മസ്റ്റ് നോട്ട് എക്സീഡ് 250 ppm. നമ്മളത് 250 ppm കൂടുതൽ വരാതിരിക്കാൻ ശ്രമിക്കുക ക്ലോറിൻ കണ്ടൻറ്റ്. ഇനി ഇതെങ്ങനെ മെഷർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ബൈ ട്രൈട്രേറ്റിംഗ് ദ വാട്ടർ വിത്ത് സ്റ്റാൻഡേർഡ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ യൂസിങ് പൊട്ടാഷ്യം ക്രോമേറ്റ് ആസ് ഇൻഡിക്കേറ്റർ. ഇൻഡിക്കേറ്ററായിട്ട് പൊട്ടാഷ്യം ക്രോമേറ്റ് യൂസ് ചെയ്യുക, ദെൻ ടൈട്രേറ്റ് ഇറ്റ് അഗെയിൻസ്റ്റ് സ്റ്റാൻഡേർഡ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. നൈട്രജൻ കണ്ടന്റ് ആണെങ്കിൽ നൈട്രജൻ കണ്ടന്റിൻ്റെ പ്രസൻസ് വാട്ടറിലുണ്ടെങ്കിൽ ദറ്റ് ഇൻഡിക്കേറ്റ്സ് ദ വാട്ടർ കണ്ടെയ്ൻസ് ഓർഗാനിക് മാറ്റർ. വാട്ടറിൽ ഓർഗാനിക് മാറ്റർ ഉണ്ടെങ്കിൽ ഒബിയസ്ലി വെൻ വി മെഷർ നൈട്രജൻ, ദ നൈട്രജൻ പ്രസൻസ് വിൽ ബി ദർ. ഇനി ഈ നൈട്രജൻ 4 ഫോംസിലാണ് വാട്ടറിൽ ഉണ്ടാവുക: ആസ് ഫ്രീ അമോണിയ ഓർ അമോണിയ നൈട്രജൻ, ഓർ ഓർഗാനിക് നൈട്രജൻ, ഓർ നൈട്രേറ്റ്സ് ആൻഡ് നൈട്രേറ്റ്സ്. ഇനി ഇത് എപ്പോഴൊക്കെയാണ് ഈ 4 ഫോംസിലേക്ക് ഈ നൈട്രജൻ മാറുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫ്രീ അമോണിയ ആണെങ്കിൽ ദറ്റ് മീൻസ് നമ്മുടെ വെള്ളത്തിൽ ഓർഗാനിക് മാറ്ററിൻ്റെ പ്രസൻസ് ഉണ്ട്, അതിൻ്റെ വെരി ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഡീകമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഈ ഫ്രീ അമോണിയയുടെ ഇൻഡിക്കേഷൻ. അപ്പോൾ ഫ്രീ അമോണിയ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡീകമ്പോസിഷനിൽ റിലീസ് ചെയ്യുന്ന ഗ്യാസാണ്. സോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ വാട്ടർ ഈസ് റീസെൻ്റ്ലി പൊല്യൂട്ടഡ്. വെരി റീസെൻ്റ്ലി ദ വാട്ടർ ഹാസ് ഗെറ്റ് പൊല്യൂട്ടഡ്. അപ്പോൾ ഈ രീതിയിൽ അമോണിയ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് നെവർ എക്സീഡ് 0.15 ppm. അപ്പോൾ 0.15 ppm കൂടുതലാവരുത് നമ്മുടെ ഡ്രിങ്കിങ് വാട്ടർ. പോർട്ടബിൾ വാട്ടറിൽ ഫ്രീ അമോണിയയുടെ കണ്ടൻറ്റ് 0.15 ppm കൂടുതൽ ആവാൻ പാടില്ല. Now how can you measure this free ammonia? Just boil that water and measure the liberated ammonia gas by distillation process. Next one is organic nitrogen. Organic nitrogen വാട്ടറിൽ പ്രസൻ്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അൺഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്റർ ഈസ് പ്രസൻറ്റ് ഇൻ വാട്ടർ എന്നാണ്. അൺഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്റർ പ്രസൻ്റ് ആണെന്നാണ് ഓർഗാനിക് നൈട്രജൻ വെള്ളത്തിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം. ഇനി ഇതിൻ്റെ കണ്ടൻറ്റും ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 0.3 ppm. 0.3 ppm കൂടുതലാവാൻ പാടില്ല ഓർഗാനിക് നൈട്രജൻ. ഹൗ ക്യാൻ യു മെഷർ ഇറ്റ്? Just to boiling water sample, add a strong alkaline solution of potassium permanganate and then again boil the same and measure the ammonium gas liberated. ഈ രീതിയിൽ നമുക്കിവിടെ ഓർഗാനിക് നൈട്രജൻ്റെ മെഷർമെൻറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഓർഗാനിക് നൈട്രജൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ the water contains undecomposed organic matter. Still decomposition has to be done. Next one is nitrites. Nitrites in the meaning വെച്ച് കഴിഞ്ഞാൽ if nitrite is present means the partially oxidized organic matter is there in water. അതായത് ഫുൾ ഓക്സിഡേഷൻ സംഭവിക്കാത്ത പാർഷ്യൽ ഓക്സിഡേഷൻ മാത്രം സംഭവിച്ച ഓർഗാനിക് മാറ്റർ ഉണ്ടെന്ന് അർത്ഥം. This is highly dangerous. Nitrite presence വാട്ടറിലുണ്ടെങ്കിൽ it is highly dangerous to our health. It indicates the intermediate oxidation stage. അപ്പോൾ ഇത് കളർ മാച്ചിങ് മെത്തേഡ് വെച്ച് ഡിഫറെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് നമുക്കിതിൻ്റെ കണ്ടൻറ്റ് പ്രസൻസ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒരു കാരണവശാൽ ഒരു നേരിയ എമൗണ്ട് പോലും വെള്ളത്തിൽ ഉണ്ടാവാൻ പാടില്ല. പോർട്ടബിൾ
വാട്ടറിൽ ഉണ്ടാവാൻ പാടില്ല. ഇറ്റ്സ് എമൗണ്ട് ഷുഡ് ബി ഓൾവേസ് നിൽ. കാരണം പാർഷ്യലി ഓക്സിഡൈസ്ഡ് ഓർഗാനിക് മാറ്റർ ആണ് വെള്ളത്തിൽ ഉണ്ടാവുക. നെക്സ്റ്റ് വൺ ഈസ് നൈട്രേറ്റ്സ്. Nitrates means it represents the fully oxidized organic matter. All the nitrites has been converted to nitrates. അപ്പം ആ വെള്ളം പ്രത്യേകിച്ച് ഹാംഫുൾ ഒന്നും ആവില്ല, സേഫ് ടു ഡ്രിങ്ക് എന്നുള്ള രീതിയിലേക്കാണ് നൈട്രേറ്റ്സിൻ്റെ പ്രസൻസ് ഉണ്ട്. ഈവൺ ദോ വി സേ ദാറ്റ് വാട്ടർ ഈസ് ഹാംഫുൾ, ടു മച്ച് പ്രസൻസ് ഓഫ് നൈട്രേറ്റ് മേ കോസ് ബ്ലൂ ബേബി ഡിസീസസ് ഇൻ ഇൻഫൻസ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോൺസെൻട്രേഷൻ 45 ppm കൂടാൻ പാടില്ല. അത് ഇൻഫൻറ്റ് ബേബിയുടെ ഹെൽത്തിന് കാരണക്കാരാവും. ബ്ലൂ ബേബി ഡിസീസ് ഉണ്ടാവാം, ചിലപ്പം വൊമിറ്റിംഗ് ഉണ്ടാവും, സ്കിൻ കളേഴ്സ് മാറാം, ഒരു പക്ഷേ ചില നേരെ കേസിലെല്ലാം ഡെത്ത് വരെ സംഭവിക്കാം. അപ്പോൾ നൈട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ 45 ppm കൂടാൻ പാടില്ല. So once again we repeat, free ammonia is the very first stage of decomposition and the amount should not exceed 0.15 ppm. Organic nitrogen is the nitrogen in the form of undecomposed organic matter and which should not exceed 0.3 ppm. Nitrate is partially oxidized organic matter and the content there should not be any content in water and its presence should be always nil, and nitrate indicates the presence of fully oxidized organic matter and it should not exceed 45 ppm.